ആകാശവാണി. കേവലം 5 വയസ്സായ ഒരു ബാലൻ അതിവിദഗ്ധമായി ത്യാഗരാജകൃതികളും ഭജനകളും പാടുന്നു. ചെറിയ രീതിയിൽ രാഗവും മറ്റും പാടുന്നു. ശങ്കരനാരായണ ശർമ്മ എന്ന ആ 5 വയസ്സായ ബാലൻ ഗായക ശിഖാമണി ഹരികേശൻ അല്ലൂർ മുത്തയ്യ ഭാഗവതരുടെ ശ്രദ്ധയിൽപ്പെട്ടു. തന്റെ ഭാര്യ സഹോദരി പുത്രനായ ആ ബാലനെ മുത്തയ്യ ഭാഗവതർ തന്റെ ശിക്ഷണത്തിലാക്കി പേരും മാറ്റി. ശങ്കരനാരായണ ശർമ്മ എന്ന ബാലനെ കൃഷ്ണമൂർത്തി എന്ന് നാമകരണം ചെയ്തു. പിൽക്കാലത്ത് പ്രസിദ്ധ സംഗീതജ്ഞനായി തീർന്ന നെല്ലൈ TV കൃഷ്ണമൂർത്തിയായിരുന്നു ആ ബാലൻ. തമിഴ്നാട്ടിലെ തിരുവാരൂർ എന്ന സ്ഥലത്ത് വിശ്വനാഥ അയ്യരുടെയും മുത്തുലക്ഷ്മിയുടെയും മകനായി 1920 നവംബർ 24 ശങ്കരനാരായണൻ ജനിച്ചു. സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ മുത്തയ്യ ഭാഗവതരുടെ ശിഷ്യന്മാരിൽ ഒരാളായ ശങ്കരനാരായണ ഭാഗവതരിൽ നിന്നും അദ്ദേഹം സ്വായത്തമാക്കി. തുടർന്ന് തന്റെ അമ്മാവനായ പ്രസിദ്ധ സംഗീതജ്ഞൻ ഹരികേശൻ അല്ലൂർ മുത്തയ്യ ഭാഗവതരുടെ കീഴിൽ ഗുരുകുലവാസ ശിക്ഷണം നേടി. ഭാഗവതരുടെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ ഒട്ടനവധി കൃതികൾ പഠിക്കുകയും മനോധർമ്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്തു. കൃഷ്ണമൂർത്തി തന്റെ ആദ്യ കച്ചേരി 1937 17-ാം വയസ്സിൽ തിരുവയ്യാറിലെ സദ്ഗുരു ത്യാഗരാജ ആരാധന മഹോത്സവത്തിൽ നടത്തി അരങ്ങേറ്റം കുറിച്ചു. കുറച്ചുകാലം വെള്ളിത്തിരയിൽ തന്റെ സാന്നിധ്യം അറിയിച്ച യുവാവായ കൃഷ്ണമൂർത്തി ഏതാനും ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചു. സംഗീത പ്രാധാന്യമുള്ള സംഗീത ലവകുശ എന്ന സിനിമയിൽ ലവനായി വേഷമിട്ട് കുറേയേറെ ഗാനങ്ങൾ ആലപിച്ചു. തുടർന്ന് രാധാകല്യാണം, തിരുമങ്കൈ ആൾവാർ, വള്ളിക്കല്യാണം, തിരുജ്ഞാന സംബന്ധർ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു. കർണാടക സംഗീതത്തോടുള്ള താൽപ്പര്യം മൂലം വെള്ളിത്തിരയിലെ തന്റെ സാന്നിധ്യം മതിയാക്കി കർണാടക സംഗീതരംഗത്തേക്ക് തന്നെ അദ്ദേഹം മടങ്ങിയെത്തി. 1934 തന്റെ അമ്മാവനും ഗുരുവുമായ മുത്തയ്യ ഭാഗവതരോടൊത്ത് തിരുവിതാംകൂറിലെത്തിയ കൃഷ്ണമൂർത്തിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. തിരുവിതാംകൂറിൽ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ സഹോദരി കാർത്തിക തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിയുടെ വിവാഹത്തിന് തിരുവിതാംകൂറിന്റെ ചരിത്രം വിവരിക്കുന്ന ചിത്രോദയം ഹരികഥ അവതരിപ്പിച്ചത് മുത്തയ്യ ഭാഗവതരും കൃഷ്ണമൂർത്തിയും ചേർന്നായിരുന്നു. മുത്തയ്യ ഭാഗവതരുടെയും കൃഷ്ണമൂർത്തിയുടെയും പാണ്ഡിത്യം നേരിട്ടറിഞ്ഞ് മനസ്സിലാക്കിയ അമ്മ മഹാറാണി സേതു പാർവതിഭായി സ്വാതി തിരുനാൾ കൃതികൾ സ്വരപ്പെടുത്തി പഠിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമായി മുത്തയ്യ ഭാഗവതരെ സ്വാതി തിരുനാൾ സംഗീത കോളേജിന്റെ പ്രഥമ പ്രിൻസിപ്പലായി നിയമിച്ചു. മുത്തയ്യ ഭാഗവതരോടൊപ്പമുണ്ടായിരുന്ന ശിഷ്യൻ കൃഷ്ണമൂർത്തിയും ഭാഗവതരുടെ ശിഷ്യരായ ശ്രീനിവാസനും നാരായണ ഭാഗവതരും ചേർന്ന് കൊട്ടാരം ഗായകരിൽ നിന്നും മുല്ലമൂട് ഭാഗവതന്മാരിൽ നിന്നും കൃതികൾ ശേഖരിച്ച് അവ ചിട്ടപ്പെടുത്തി മുത്തയ്യ ഭാഗവതർക്ക് തൃപ്തി വരും വരെ പാടി ശരിയാക്കിയെടുത്തു. കീർത്തനങ്ങൾ മുത്തയ്യ ഭാഗവതർ അംഗീകരിച്ചു കഴിഞ്ഞ് അമ്മ മഹാറാണിയുടെ മുന്നിൽ അവതരിപ്പിക്കുമായിരുന്നു. തുടർന്ന് കൃതികൾ പുസ്തകരൂപത്തിലാക്കി തുടങ്ങി. മുത്തയ്യ എൻ്റെ ഗുരുനാഥർ സ്വാതി തിരുനാൾ ചരിത്രമെല്ലാം ഉൾപ്പെടുത്തി ചിത്രോദയം എന്ന്
ഒരു കഥ സൃഷ്ടിച്ച് അതെ ഇവിടെ കാർത്തിക തിരുനാൾ പള്ളിക്കെട്ട് നടക്കുമ്പോഴത്തേക്ക് ഹരികഥാ കാലക്ഷേപം ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സ്വാതി തിരുനാളുടെ പീരീഡ് വരുമ്പോഴത്തേക്ക് സ്വാതി തിരുനാൾ മഹാരാജ ചെയ്ത പല നന്മകളെയും രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞതോട് സംഗീത ലോകത്തിലെ കർണാടക സംഗീതത്തിക്ക് വളരെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു 4-5 കീർത്തനങ്ങൾ പാടി. അത് കേട്ടപ്പോഴാണ് മഹാരാജാവുക്കും മഹാറാണിക്കും ഇങ്ങനെ നമ്മുടെ രാജവംശത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഇതിനെ നല്ലോണം ഈ കീർത്തനങ്ങളെല്ലാം പ്രചാരത്തിൽ കൊണ്ടുവരണമെന്ന് അഭിപ്രായം അവർക്ക് വന്നിട്ട് ഉടനെ കഥയെല്ലാം തീരുന്നപ്പോൾ മൂലം തിരുനാൾ കാലത്ത് 2 കൈക്കും വീരശങ്കലി തോട കൊടുത്തു, കില്ലത്തെല്ലാം കൊടുത്തു. ഇവർ ഒരു തോടാവും കില്ലത്തുമെല്ലാം കൊടുത്ത് രൂപയെല്ലാം കൊടുത്ത് മഹാറാണി കൽപ്പിച്ചു, ഭാഗവതരെ താങ്കൾ തന്നെ ഇവിടെ വന്നിരുന്ന് ഈ സ്വാതി തിരുനാൾ കീർത്തനമെല്ലാം ചിട്ടപ്പെടുത്തി പ്രചാരത്തേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. വരാം ഏറ്റു. ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ പ്രീതി പിടിച്ചെടുത്ത കൃഷ്ണമൂർത്തിയെ 1941 നേരിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായി ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിയമിച്ചു. 1944 മുത്തയ്യ ഭാഗവതരുടെ നിർദ്ദേശപ്രകാരം മൈസൂർ മഹാരാജാവ് ജയരാമ രാജേന്ദ്ര വൊഡയരുടെ ദർബാറിൽ മുത്തയ്യ ഭാഗവതരുടെ തിരഞ്ഞെടുത്ത കൃതികൾ ഉൾപ്പെടുത്തിയുള്ള നെല്ലൈ കൃഷ്ണമൂർത്തിയുടെ സംഗീത കച്ചേരിയിൽ മഹാരാജാവ് സംപ്രീതനാവുകയും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകുകയും ചെയ്തു. 1959 സംഗീത കോളേജിൽ അധ്യാപകനായി ജോലി നോക്കുമ്പോൾ നാദ ഔഷധം എന്ന സംഗീത ബാലെ അദ്ദേഹം തന്റെ സഹപ്രവർത്തകരെയും ശിഷ്യരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവതരിപ്പിച്ചു. കർണാടക സംഗീതത്തിന്റെ രാഗചികിത്സാ രീതികളെക്കുറിച്ചുള്ള ആ പരിപാടി ഏവരെയും ആകർഷിച്ച ഒന്നായിരുന്നു. Suga bogamu
ശിക്ഷണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത അധ്യാപകനായിരുന്ന കൃഷ്ണമൂർത്തി നിരവധി അപൂർവ കൃതികളുടെ ഒരു വലിയ ശേഖരമായിരുന്നു. മുത്തയ്യ ഭാഗവതരുടെ കമാസ്, മോഹനം, കാപ്പി, ശുദ്ധധന്യാസി, വസന്ത എന്നീ രാഗങ്ങളിലെ വർണ്ണങ്ങൾ, ചാമുണ്ടേശ്വരി അഷ്ടോത്തര കൃതികൾ, അഷ്ടോത്തര ധ്യാനകൃതികൾ, ഭദ്രകാളി കൃതികൾ തുടങ്ങി തന്റെ ഗുരുനാഥന്റെ നിരവധി കൃതികൾ കൃഷ്ണമൂർത്തി പ്രചരിപ്പിച്ചിരുന്നു. അപൂർവ രാഗങ്ങളായ ഗാനഭൂഷണി, നിരോഷ്ട, വീണാധാരി, നവരത്നവിലാസ, ശരണ്യ, പുഷ്പലത, വിജയനാഗരി തുടങ്ങി നിരവധി അപൂർവ രാഗങ്ങളിലെ മുത്തയ്യ ഭാഗവതർ കൃതികൾ നെല്ലൈ കൃഷ്ണമൂർത്തിയുടെ ആലാപനത്തിന്റെ പ്രത്യേകതകളായി. അപൂർവ രാഗങ്ങളിലെ ഗുരുനാഥന്റെ കൃതികൾ പോലെ തന്നെ സാധാരണ രാഗങ്ങളിലെ അധികമാരും പാടാത്ത കൃതികളും അദ്ദേഹത്തിന്റെ കച്ചേരിയുടെ പ്രത്യേകതകളായിരുന്നു. മുൽസട ബ്രച്ഛ, സന്ദേഹമു, ഉപചാരമു, യാരുക്കും അടങ്കാത്ത കാളി, അനഘം അഖിലാണ്ടം, ഭൈരവി പരമേശ്വരി, പത്മനാഭ പാലിതേഭ, പന്നകേന്ദ്ര എന്നീ കൃതികൾ അദ്ദേഹം ഭാവസമ്പുഷ്ടമായി ആലപിച്ചിരുന്നു. കൃതി വൈശിഷ്ട്യം കൊണ്ടും ഭാവസാന്ദ്രത കൊണ്ടും വിവിധ ഭാഷാകൃതികളാലും സമ്പുഷ്ടമായിരുന്നു നെല്ലൈ കൃഷ്ണമൂർത്തിയുടെ കച്ചേരികൾ. തന്റെ ഗുരുനാഥനായ മുത്തയ്യ ഭാഗവതരുടെ കൃതികൾ കൂടാതെ ത്രിമൂർത്തി കൃതികൾ, സ്വാതി തിരുനാൾ കൃതികൾ, പാപനാശം ശിവൻ, ആനയ്യ, ഗോപാലകൃഷ്ണ ഭാരതി, മുത്തുതാണ്ഡവർ, മാരിമുത്തയ്യ പിള്ള എന്നിവരുടെ കൃതികളും അദ്ദേഹം കച്ചേരികളിൽ ഉൾപ്പെടുത്തിയിരുന്നു.
ಕರಸು ಲಲಿತೆ ಮಗಿ ಸದ ಲಲಿತ ಮಣಿ ಕರಸು ಲಲಿತೆ ಮಗಿ ಸದ ಎಲ್ಲ ಜನ್ಮ ಸೋದರಿ ಜಲ ಜನಾಭ ಸೋದರಿ ಜಲ ಜನಾಭ ಸೋದರಿ ಜಲ ಜನಾಭ ಸೋದರಿ ಜಲ ಜನಾಭ ಸೋದರಿ ಕಳಿನಾಯದ ನೇತ್ರೆ ಜಲ ಜನಾಭ ಸೋದರಿ ನಳಿ ನಾಯದ ನೇತ್ರೆ ಮಯ ಸದ ಬರ್ತೆ ಮಹಿಷ ಸೂರ ಸೂರನಿಯಮ್ಮ ಮಾಮ ಸದ ಬರ್ತೆ ಸನಿ ಸರಿ ಗಮ ಮವ ನಿದ ಮಗ್ಗ ಮದದ ಮಗ ಮಗ ಸರಿ ಗಮ ಮಗ ಮನಿದ ನಿ ಪದ ನಿಜನಿ ಸರಿ ಗ ಮಗ ಸನಿ ದ ನಿಜ ಸಾನಿ ದ ಮಗ ಸನಿ ಸರಿ ಗ ಮವ ಸ ಮಗ್ಗ ಗ ಗ ಗ ಗ ಗ ಮಗ ಗ ಮಗ ಗ ಮಗ ಮಗ ಸಾಧನಿ ಸರಿ ಗ ಮ ಗಮ ದಾದ ನಿ ನಿದ ಮಗ್ಗ ಮದ ನಿದ ನೀ ಗ ಮದ ನಿದ ನಿದ ನಿ ಸರಿ ದ ನಿ ನಿದ ನಿದ ನಿ ಸರಿ ಗ ಮಗ ದ ನಿದ ನಿದ ಸಾ ನಿದ ಮಗ ಸರಿ ಗ ಮ ಸದ ಬರ್ತೆ ഭാരതത്തിന്റെ ഒട്ടുമിക്ക സംഗീത സഭകളിലും നെല്ലൈ കൃഷ്ണമൂർത്തി പല പ്രമുഖരുടെ പക്കമേളത്തിൽ സംഗീത കച്ചേരികൾ നടത്തിയിട്ടുണ്ട്. സ്വാതി തിരുനാൾ സംഗീത സർക്കിൾ, പെരമ്പൂർ സംഗീത സഭ, മദ്രാസ് മ്യൂസിക് അക്കാദമി, വിജയവാഡ സംഗീത സഭ, മധുര സദ്ഗുരു സംഗീത സഭ, നെല്ലൈ സംഗീത സഭ എന്നിങ്ങനെ നിരവധി സഭകൾ നെല്ലൈ കൃഷ്ണമൂർത്തി കച്ചേരി നടത്തിയ സഭകളിൽ പെടുന്നു. na
പ്രൊഫസർ കെ വെങ്കിട്ടരമണൻ, ശ്രീമതി രുക്മിണി ഗോപാലകൃഷ്ണൻ, മാവേലിക്കര പ്രഭാകരവർമ്മ, ജയവിജയ, തിരുവിഴ ജയശങ്കർ, ഡോക്ടർ മോഹന ശർമ്മ എന്നിവർ അദ്ദേഹത്തിന്റെ ശിഷ്യരിൽ ചിലരാണ്. ഞാൻ നെല്ലെ കൃഷ്ണമൂർത്തി അവരുടെ മകനാണ്. എൻ്റെ പേര് വിശ്വനാഥൻ എന്നാണ്. ഞാൻ വയലിൻ പഠിക്കാൻ കാരണം തന്നെ എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ പാടി എന്നെ കൊണ്ട് വായിപ്പിച്ച് അച്ഛൻ പല വർണ്ണങ്ങളും കീർത്തനങ്ങളും പഠിപ്പിക്കുകയും ചെയ്തു. രാഗം ആലപിക്കുന്നതും നിരവൽ സ്വരം എന്നിവ എങ്ങനെ വായിക്കണം എന്നതും എനിക്ക് അതിൽ അറിവും പാണ്ഡിത്യവും ഉണ്ടാക്കി തന്നത് അച്ഛനാണ്. നെല്ലൈ കൃഷ്ണമൂർത്തിയെക്കുറിച്ച് മൃദംഗ വിദ്വാൻ തിരുവനന്തപുരം വി. സുരേന്ദ്രൻ. ഘനഗംഭീരമായ ആലാപന ശൈലി കൊണ്ടും കൃതികൾ പാടുന്നതിലും നിരവൽ പാടുന്നതിലും സ്വരം പാടുന്നതിലുമുള്ള അപാരമായ പാണ്ഡിത്യം കൊണ്ട് സംഗീത ലോകത്തെ ജനമനസ്സുകളുടെ ഇടയിൽ പ്രത്യേക സ്ഥാനം ലഭിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഒരു സംഗീത വിദ്വാനെ നേരിൽ കണ്ടാൽ അറിയാതെ നോക്കി നിന്ന് പോകുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എടുത്തു പറയേണ്ട ഒന്നാണ്.
സർവീസിൽ നിന്നും വിരമിച്ച ശേഷം തിരുവനന്തപുരത്തെ തരംഗ നിസരി സംഗീത വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പലായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കൂടാതെ കേരള പോലീസിന്റെ പോലീസ് ട്രെയിനിംഗ് കോളേജിൽ പോലീസ് മ്യൂസിക് ബാൻഡിന്റെ മുഖ്യ പരിശീലകൻ നെല്ലൈ കൃഷ്ണമൂർത്തിയായിരുന്നു. പോലീസ് ബാൻഡ് പല വേദികളിലും സ്തുത്യർഹമായ രീതിയിൽ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചു വന്നതിന്റെ പ്രധാന കാരണം പരിശീലകനായ നെല്ലൈ കൃഷ്ണമൂർത്തിയുടെ ശിക്ഷണമായിരുന്നു. മികച്ച സംഗീതജ്ഞൻ, പ്രധാന അധ്യാപകൻ, ഗുരുനാഥൻ എന്നീ നിലകളിലെല്ലാം തിളങ്ങിയ നെല്ലൈ ടി വി കൃഷ്ണമൂർത്തി 2006 ജനുവരി 24 86 വയസ്സിൽ തിരുവനന്തപുരത്ത് വെച്ച് അന്തരിച്ചു. എന്തൊരു മഹാനുഭാവുലുവിൽ നെല്ലൈ ടി വി കൃഷ്ണമൂർത്തിയെക്കുറിച്ചുള്ള ചിത്രീകരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്തൊരു മഹാനുഭാവുലു സമാപിക്കുന്നു. രചന ഹരിസുന്ദർ ജി. ആഖ്യാനം ഉണ്ണികൃഷ്ണൻ VS. സംവിധാനം നാഞ്ചിൽ AR അരുൾ. സംവിധാന സഹായം ആര്യലക്ഷ്മി R. നിർവഹണം സന്ദീപ് സുരേഷ്.